ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കഷ്ടത്തിലാണ് ഇരിക്കുന്നത്. ഓരോരുത്തർ ഭീഷണിപ്പെടുത്തിയാണ് എൻ്റെ കയ്യിൽ പൈസ വാങ്ങിക്കാൻ നിൽക്കുന്നത്. ഓരോരോ ഡേറ്റുകൾ ചോദിച്ചിട്ട് എവിടെ നിന്നെടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളെയെല്ലാം വീട്ടിലാക്കിയിട്ട് വലിയ വലിയ ആൾക്കാർ കോടികൾ തട്ടി ഈ പ്രോജക്റ്റിനും കൂട്ടുനിന്ന് ഞങ്ങളെ അറിയിക്കാതെ രഹസ്യമായി ഇത് മുമ്പോട്ട് കൊണ്ടുപോയി. ഇങ്ങനെ പെടുത്താതെ പാവങ്ങളെ ഇങ്ങനെയൊക്കെ പെടുത്താതെ ഈ സുരേഷ് കാർഡ് ചേട്ടനൊക്കെ പറഞ്ഞ് നമുക്ക് ട്രെയിനിൻ്റെ മുമ്പ് ചാടാൻ ശൈലി എത്ര ദിവസം കൊണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കരയുന്നെന്ന് പറയുമ്പോൾ ഭീഷണിയാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഭാര്യയും വളരെ ഗുരുതരമായ ഒരു രോഗിയാണ്. ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ല. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. അതിൻ്റെ അടുത്ത് ഒരാൾ കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. സുഹൃത്തുക്കളെ, എനിക്ക് കണ്ടിട്ട് വല്ലാതെ വിഷമം തോന്നിയ ഒരു സംഭവമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ തട്ടിപ്പ് നടക്കുന്ന ആളുകൾ ഭയങ്കര ബുദ്ധിയുള്ളവൻ അല്ലെങ്കിൽ ഭയങ്കര ഐഡിയ ഉള്ളവനൊക്കെ പറഞ്ഞ് ആ ഐഡിയ അല്ലെങ്കിൽ ആ ബുദ്ധി നല്ല രീതിയിൽ ഉപയോഗിക്കാതെ തട്ടിപ്പും പരിപാടികളുമായിട്ടൊക്കെ പോയി ലെവലിലുള്ള എല്ലാ ആളുകളെ ഉൾപ്പെടുത്തി വിശ്വാസ്യത ഉണ്ടാക്കി അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന കുറേ ടീമുകളുണ്ട്. ഇപ്പം റീസെൻ്റ്ലി അനന്തു കൃഷ്ണൻ്റെ കേസ്. അനന്തു കൃഷ്ണൻ വലിയ വലിയ ടീമുകളെയൊക്കെ കൂടെ നിർത്തി അവരോടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെയാണല്ലോ ഈ തട്ടിപ്പുകാരുടെ വിശ്വാസ്യത ഉണ്ടാക്കാനുള്ള ഒരു വഴിയെന്ന് പറയുന്നത്. അങ്ങനെ വിശ്വാസ്യത ഉണ്ടാക്കി നാട്ടിലുള്ള പാവപ്പെട്ടവരെ, നല്ല മനസ്സുള്ളവരെ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന NGOസിൽ വർക്ക് ചെയ്യുന്നവരെയൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് പാതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടട്ടെ. ഈ പാതി വിലയ്ക്കൊക്കെ സ്കൂട്ടർ വാങ്ങിക്കാൻ പോകുന്നവർ പാവപ്പെട്ടവരായിരിക്കും. അതിലും പാതി വിലയ്ക്ക് കിട്ടുന്നുണ്ട് നമുക്കും പോകാമെന്ന് പറയുന്ന വലിയ വലിയ ടീമുകളും ഉണ്ട്. അവർ പോകുന്നെങ്കിൽ അത് അവരുടെ ഇത്. കാശുണ്ടായിട്ടും ഇമാതിരി പരിപാടിക്ക് പോകുന്ന ടീമുകളും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. പാവപ്പെട്ടവർക്ക് സ്കൂട്ടർ കൊടുക്കണം, ഈ വാങ്ങിക്കാൻ പറ്റാത്തവർക്കൊക്കെ സഹായം ചെയ്യണം എന്ന് വിചാരിച്ച് ഇതിൽ ഇറങ്ങിത്തീർന്ന നല്ല മനസ്സുള്ള കുറേ ആളുകൾ കൃഷ്ണന്റെ ഈ തട്ടിപ്പ് കേസിൽ അവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആരുടെയും മനസ്സ് എത്ര കട്ടിയുള്ള മനസ്സായാലും ഒന്ന് വിഷമിക്കും. ഈ കാശ് കൊണ്ടുപോയതൊക്കെ ഈ മുകളിലിരിക്കുന്ന ആളുകൾ നല്ലത് ചെയ്യണം എന്ന് വിചാരിച്ച് ഇതിനകത്ത് ഇടപെട്ട ആളുകൾ അവരാണ് നേരിട്ട് ആളുടെ നിന്ന് പൈസ വാങ്ങിക്കുന്നത്. ഈ പൈസ കൊടുത്തവരൊക്കെ ആരുടെ അടുത്താണ് ചോദിക്കുന്നത്? ഈ ആരാണ് അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചത് അവരുടെ അടുത്തായിരിക്കും ചോദിക്കുന്നത്. അവരെ ആയിരിക്കും പേടിപ്പെടുത്തുക, നിങ്ങൾ കാശ് തരണം, കാശ് തന്നില്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമുക്ക് കാശ് വാങ്ങിയവരുടെ അവസ്ഥ മനസ്സിലാവും, അവർ എത്രത്തോളം വിഷമത്തിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ നടുനിലയ്ക്ക് നിന്ന് ഇതിനൊക്കെ സഹായിച്ചവരും പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒന്ന് രണ്ട് ആളുകൾ ചില കാര്യങ്ങൾ പറയുന്നത് കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി. അത് നമുക്കൊന്ന് കേട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. ഓരോരോ പരിപാടികൾക്കും വലിയ വലിയ നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലും, സന്നദ്ധ സംഘടനകൾക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല, എല്ലാ പാർട്ടിക്കാരും അതിൽ കാണും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും വരുമ്പോൾ ഞങ്ങൾ ലീഡ് ചെയ്യുന്ന ആളിനെ മാത്രമാണ് നമ്മൾ കണ്ട് വിശ്വസിച്ച് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായത്. അപ്പോൾ ഇപ്പോൾ ജഡ്ജിമാരും മന്ത്രിമാരും ഉൾപ്പെടുന്ന കമ്മീഷണർമാർ അവരൊക്കെയാണ് ഉദ്ഘാടനത്തിന് വരുന്നത്. അപ്പോൾ ഞങ്ങൾ സായിഗ്രാമിനെ ഞങ്ങൾ അടിയറച്ച് വിശ്വസിച്ചു. സായിഗ്രാമിലെ ആയുഷ്കാല ചെയർമാനാണ് ആനന്ദകുമാർ സാറ്, നാഷണൽ NGO കോൺഫറേഷൻ്റെ ആയുഷ്കാല ചെയർമാൻ. ആ ചെയർമാന് ഇങ്ങനെ അനന്തകൃഷ്ണൻ കള്ളനാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളടുത്ത് വെളിപ്പെടുത്തിയിട്ട് പോകണം വരുന്നത്. ഞങ്ങളെല്ലാം ബലിയാടാക്കേണ്ട ആയിരുന്നു. ഞങ്ങൾ ഇപ്പോൾ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് വന്നിരിക്കണം. ഈ അനന്തകുമാർ എന്ന വ്യക്തിയെ കണ്ടിട്ടാണ് പലരും ഇതിനകത്ത് ഇറങ്ങി തിരിച്ചതെന്ന് കുറേ ആളുകൾ പറയുന്നുണ്ട്. ഇവരും പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അവരെയൊക്കെ കണ്ടിട്ടാണ് വിശ്വസിച്ച് പാവങ്ങൾക്ക് നല്ല എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയവരാണ്. ഇവരൊന്നും അല്ലാതെ ആ തട്ടിപ്പിക്ക് കൂടെ ഉണ്ടാക്കിയ കാശൊന്നും എടുത്ത് എവിടെയും പോയവരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധിച്ചവരോ അല്ല. ഇതിനു വേണ്ടി പോയി കാശ് കൊടുത്തവരും ഈ കാശ് വാങ്ങിച്ച ഇടനിലക്കാരും പെട്ടു എന്നുള്ളതാണ്. ആനന്ദ്കുമാർ എന്ന് പറയുന്ന വ്യക്തി നടുക്ക് ഇതിൽ നിന്ന് പോയി. ഇത് തട്ടിപ്പാന്ന് മനസ്സിലായി അല്ലെങ്കിൽ ഇതിനകത്ത് പെടുമെന്നുള്ള അവസ്ഥ ഒന്നും പുള്ളി പോയി. ഇതിനകത്ത് പെടുന്നവർ ഇവരൊക്കെയാണ്. ഇവരുടെ അടുത്ത് ആളുകൾ കാശ് ചോദിച്ചുകൊണ്ടിരിക്കും. കാശ് തന്നില്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറയും. അവരുടെ മാനസികാവസ്ഥ, കാശ് കൊടുത്തവരുടെ മാനസികാവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവരെ പെടുത്തിയിട്ട് അവർ മാത്രം രക്ഷപ്പെടുക എന്നുള്ള രീതി, എന്നിട്ട് അവർക്ക് ഇതിനകത്തൊന്നും ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് ഇവരെ കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് കാശാണ് പിരിച്ചിട്ടുള്ളത്. ബാക്കി എന്താ പറയുക? ഇനി ഞങ്ങൾ കള്ളിയാണെന്ന് അറിയുമ്പോൾ ഈ തട്ടിപ്പിന്, സ്കൂട്ടർ തട്ടിപ്പ് എൻ്റെ ഇതാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാക്കൂ, ഞങ്ങളെ കുടുംബത്തിൽ സ്ഥാനം കാണും, അല്ലെങ്കിൽ പിന്നെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇത്രയും ദിവസം ചെയ്ത സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ നാരി പുരസ്കാരം വരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ആൾ ഈ ഒരു സ്കൂട്ടർ വല്ലവരും വലിയ വലിയ വൻകിട സ്രാവുകൾ അവിടെ നിന്ന് കാണിക്കുന്ന വേലകൾക്ക് പാത്രമായി തീരേണ്ടതിന് ആണോ ഇത്രയും കാലം ഞാൻ ഇതിൻ്റെ പിറകെ നടന്നത്? സാറിൻ്റെ അടുത്തൊരു സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാറ്
ഇത് വിട്ടുപോയപ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ല. അതിൽ ഖേദമുണ്ട്. വിളിച്ചാൽ ഫോൺ എടുക്കൂല. അവിടെ പെർമിഷൻ ഇല്ലാതെ ആർക്കും കയറാൻ പറ്റൂല. പിന്നെ എന്ത് ചെയ്യും? ഇപ്പോഴാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടുന്നു. അവിടെ വെച്ച് അന്ന് പറഞ്ഞത് അനന്ത് തന്നില്ലെങ്കിൽ ഞാൻ തരും. ആ ഉറപ്പിൻ്റെ പേരിലാണ് ഞങ്ങൾ പോയത്. ആനന്ദ്കുമാർ എന്ന് പറയുന്ന വ്യക്തി ആക്ച്വലി ഉണ്ടാക്കി കൊടുത്ത വിശ്വാസ്യതയുടെ പുറത്താണ് അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഇത്രയും തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അല്ലാതെ അനന്തകൃഷ്ണനായിട്ട് ഒരു ഫെയിമോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി അനന്തകൃഷ്ണൻ മറ്റുള്ളവരായിട്ടുള്ള ബന്ധമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ആനന്ദ്കുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് താഴേക്കിടയിൽ തൊട്ട് മേലേക്കിടയിൽ വരെയുള്ള എല്ലാ ആളുകളുമായിട്ട് ബന്ധമുണ്ട്. അതാണ് ഈ അനന്തകൃഷ്ണൻ നല്ലതായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ആനന്ദ്കുമാർ അന്ന് ഞാൻ എന്ത് പറ്റിയാലും ഞാൻ നിങ്ങൾക്ക് കാശ് തരും, നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് പാതിയിൽ വിട്ടിട്ട് പോവുക. എന്നിട്ട് ഇവരെ ഇതിനകത്ത് പെടുത്തുക എന്ന് പറഞ്ഞാൽ ആലോചിച്ചു പോകും. ഇതിനകത്ത് കാശ് മുടക്കിയിട്ടുള്ളവരൊക്കെ പാവങ്ങളാണ്, അല്ലാതെ വലിയ കൂടിയ ടീമുകളൊന്നും അല്ല. ഈ പാവങ്ങളായിട്ടുള്ള പല ആളുകളായിരിക്കും ഇതിനൊക്കെ കാശ് കൊടുത്തിട്ടുണ്ടാവുക. അറ്റ്ലീസ്റ്റ് നമുക്കൊരു സ്കൂട്ടർ കിട്ടട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു ലാപ്ടോപ്പ് വാതി വിലയ്ക്ക് വാങ്ങിക്കാം, നമ്മുടെ മക്കൾക്ക് യൂസ് ആവും, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാം എന്നൊക്കെ കരുതി കാശിട്ട ആളുകളാണ് ഇതിനകത്ത് പെട്ടിട്ടുള്ളത്, അല്ലാതെ കൂടിയ ടീമുകളല്ല. ജിയോ വഴി കാശ് കളക്ട് ചെയ്യുമ്പോഴേ അനന്തകൃഷ്ണൻ അറിയാം ഇത് പാവങ്ങളുടെ നിന്നുള്ള തട്ടിപ്പാണെന്നുള്ളത്. ഇത് പാവങ്ങളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു തട്ടിപ്പ് പരിപാടിയായിരുന്നു. ഇതൊന്നും അറിയുന്നില്ല എന്ന് ചില ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ ഈ മുകളിലിരിക്കുന്ന ആളുകൾ ഒന്നും അറിയാതെയാണ് ഇതൊക്കെ അനന്തകൃഷ്ണൻ ചെയ്തതെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പാടാണ്. അവർ കൈയൊഴിഞ്ഞു പോയി. ഈ പാവപ്പെട്ടവർ ഇതിനിടയ്ക്ക് പെട്ടു. ആളുകൾ കാശ് ചോദിക്കുമ്പോൾ ഇവരെങ്ങനെ കൊടുക്കാനാണ്? ഇവരും ആ കാശ് കൊടുത്തവർ രണ്ട് ടീമുകളും പെട്ടു എന്നുള്ളതാണ്. എന്താണ് ഇവർ പറയുന്നത് നോക്കാം. ജീവന് തന്നെ അപകടമായിരിക്കുന്ന ഒരു സമയത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആത്മഹത്യ ചെയ്താൽ ഇവർക്ക് ആര് പൈസ കൊടുക്കും? ഇതാണ് എൻ്റെ ചോദ്യം. എന്ന് വെച്ചാൽ ആദ്യം തന്നവർ, ഞാൻ ആരെയും ക്യാൻവാസ് ചെയ്യാൻ പോയിട്ടില്ല, പക്ഷേ അതല്ല എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഞങ്ങളെ വിശ്വസിച്ച് വണ്ടി കിട്ടിയവർ ചെന്ന് പറഞ്ഞും ലാപ്ടോപ്പ് കിട്ടിയവർ ചെന്ന് പറഞ്ഞും പല പല ആൾക്കാരെ ഞങ്ങൾക്ക് പൈസ തരിച്ചിട്ടുണ്ട്. ആ വിശ്വാസം, ആ കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് തിരിച്ചുകൊണ്ട് ഈ തട്ടിപ്പുകാരുടെ മെയിൻ പരിപാടിയാണ് ആദ്യം കുറച്ച് ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് കാലം നല്ല രീതിയിൽ പോകും. അപ്പോൾ ഒരു വിശ്വാസ്യത ഉണ്ടാവും. ആ വിശ്വാസ്യത വെച്ച് വമ്പൻ തട്ടിപ്പ് നടത്തും, നൈസായിട്ട് സ്കൂട്ടാവും. ഇതാണ് ഈ തട്ടിപ്പ് നടത്തുന്നവരുടെ ഒരു മെയിൻ രീതി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിച്ചിട്ട് നമ്മൾ തീരുമാനം എടുക്കണം. നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. കാശ് പോകുന്ന ഒരു അവസാന നിമിഷം വരെയാണ് നമുക്ക് ആ ചാൻസ് ഉള്ളത്. നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പോയതാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തട്ടിപ്പ് പരിപാടിയിലൊക്കെ അങ്ങനെയാണ്. വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, ബൾക്ക് തട്ടിപ്പ് നടത്തുക, രക്ഷപ്പെടുക, ഇതാണ് രീതി. ഇത് മാത്രമല്ല, ഇങ്ങനെ പല തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാശ് കൊണ്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ആലോചിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പോയി പെട്ടിട്ട് കിടന്ന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. നിങ്ങൾ എനിക്കിപ്പോൾ തരണം. പല പേരും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചെന്ന് കേസ് കൊടുത്താലേ ഈ പൈസ കിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പം വന്നിരിക്കുന്നത്. അതെ, ഇതിലല്ല പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട്. അവർ ഒരു കാശും തട്ടിച്ചില്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറുന്നില്ല. തൂങ്ങി മഴിക്കാതിരിക്കാനുള്ള കാരണമായിട്ട് അവർ പറയുന്നത് ഇത്ര ആളുടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഞാൻ എങ്ങനെ തൂങ്ങി മഴിക്കുമെന്നാണ്. ഉത്തരവാദിത്തം എനിക്കുണ്ടെന്നും അവർ പറയുന്നുണ്ട് കാശ് വാങ്ങിച്ചത് കാരണം. അതാണ് നല്ല മനസ്സിന് ഉടമകൾ. നല്ലത് ചെയ്യാമെന്ന് വിചാരിച്ച് ഇതിനിറങ്ങി തിരിച്ചതാണ്, അല്ലാതെ കുറെ കാശുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചതല്ല. ഈ കാശ് നഷ്ടപ്പെട്ടവർ എത്രത്തോളം ഇമ്പാക്റ്റഡ് ആണോ അതുപോലെ തന്നെ ഇവരും ഇമ്പാക്റ്റഡ് ആണ്. ദയവ് ചെയ്ത് ഇങ്ങനെ തട്ടിപ്പ് പരിപാടിയുമായിട്ട് ആളുകൾ നിൽക്കാതിരിക്കുക. അങ്ങനെ കാശുണ്ടാക്കിയിട്ട് നിങ്ങൾ ലോകത്തൊന്നും സാധിക്കാൻ പോകുന്നില്ല. കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മനസ്സിനുടമയായിട്ടിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കണ്ട ആളുകളെയും പറ്റിച്ച് പാവങ്ങളെയും പറ്റിച്ച്, ഇപ്പോൾ ആരെ പറ്റിച്ചാലും, പാവങ്ങളെ പറ്റിച്ചാലും പണക്കാരെ പറ്റിച്ചാലും പറ്റിപ്പെന്നുള്ളത് വളരെ മോശം പരിപാടിയാണ്. അത് പറ്റിക്കുന്ന കാരണം ഒരു ഫാമിലി മൊത്തം ഇമ്പാക്റ്റ് ആവണം, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട പല ആളുകളാണ് അത് ഇമ്പാക്റ്റ് ആവുന്നത്. ബാക്കിയാണ് ഒരിക്കലുമില്ല. അവർക്ക് എന്നെ അറിയാവൂ. എനിക്ക് സെറ്റിൽ ചെയ്യാൻ കാശില്ല. കാരണം അനന്തകൃഷ്ണൻ പറയുന്ന, അല്ലെങ്കിൽ സായിഗ്രാം ഞങ്ങളെ നേരത്തെ ഏൽപ്പിച്ച, ആദ്യം മുതലേ ഏൽപ്പിച്ച ആ അക്കൗണ്ട്, പ്രൊഫഷണൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിലോട്ട് ഞങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ രേഖ ഞങ്ങളിലുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ സഹായം വേണം. കാരണം നിങ്ങൾ പറയുന്നു എത്രയോ കോടി പലരും കൊണ്ടുപോയെന്ന്. അവരെ ഒന്ന് പിടിച്ചെങ്കിലും ഞങ്ങൾക്കിത് തരണം. ഞങ്ങളെ ഈ ബാധ്യതയിൽ നിന്ന്, ഈ ഒരു ആത്മഹത്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. എനിക്കിപ്പോൾ സുഖമായിട്ട് പോയി ആത്മഹത്യ ചെയ്യാം, പക്ഷേ എൻ്റെ ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഇതില്ലേ, കമ്മൽ പണയം വെച്ച് മാല പണയം വെച്ചൊക്കെ തന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്. ഈ തട്ടിപ്പിന് മുഖമാക്കുന്ന ഇങ്ങനെ പോലെയുള്ള ആളുകളെയാണ്. ഈ മുകളിലിരിക്കുന്നവർ അവിടെ മുഖം കാണിക്കുന്നില്ല, ഇവരുടെ മുഖം കാണിച്ചുകൊണ്ടാണ് ഈ കാശ് പിരിക്കുന്നത്. എന്നിട്ട് ഇവരെ കൊണ്ടുപോയി പെടുത്തുക. എന്ത് മ്ലേച്ഛമായ പരിപാടിയാണെന്ന് നോക്ക്. പാവപ്പെട്ടവർ എന്ത് ചെയ്യും? പാവപ്പെട്ടവർ കാശ് വാങ്ങിച്ചിട്ട് അവർ പെട്ട് കിടക്കുകയാണ്. ഈ മുകളിലുള്ള ആളുകളെ രക്ഷിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ കാണും. അമ്മാതിരി ബന്ധങ്ങളായിരിക്കും അവർക്കുള്ളത്. ഇവരെ രക്ഷിക്കാൻ ആരും കാണില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇതിനകത്ത് പ്രത്യേക കൺസിഡറേഷൻ കൊടുക്കണം എന്നുള്ളതാണ്.
ഇവർക്കെതിരെ കേസെടുത്ത് ഇവരെ പെടുത്താതെ ഒന്ന് സംരക്ഷിക്കണമെന്നാണ്. അനന്തകൃഷ്ണൻ എവിടേക്കാണ് ഈ കാശ് തട്ടിച്ചിട്ടുള്ളത് അതൊക്കെ തിരിച്ചെടുത്ത് ഈ പാവപ്പെട്ടവർക്ക് ആരുടെ നിന്നൊക്കെയാണ് കാശ് വാങ്ങിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇവരുടെ മേളിൽ കേസെടുത്തിട്ട് എന്താവാനാണ്? ഇവർ പാവങ്ങളാണ്. ഇവരതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയി എന്നുള്ളതാണ് സത്യാവസ്ഥ. ജനങ്ങളോടൊപ്പം ഉണ്ട്. എന്തും ഏത് ആവശ്യത്തിനും നമ്മൾ വരും. ചിലപ്പോൾ അവർ എന്നെ കൊല്ലിക്കുമായിരിക്കും, എന്നാലും പ്രശ്നമില്ല, ജനിച്ചവർക്ക് മരിക്കണമില്ല. പക്ഷെ ഞങ്ങളെപ്പോഴത്തെ ഈ സുരേഷ് കാർഡ് ചേട്ടനൊക്കെ പറഞ്ഞ് നമുക്ക് ട്രെയിനിൻ്റെ മുമ്പ് ചാടാൻ ശൈലി എത്ര ദിവസം കൊണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കരയുന്നെന്ന് പറയുമ്പോൾ ഭീഷണിയാണ്. ഈ പ്രോജക്റ്റ് ദുർവിനിയോഗം ചെയ്ത് കഴിഞ്ഞു. മാനസിക ബുദ്ധിമുട്ടിലാണ് അവർ കടന്നു പോകുന്ന ആലോചിച്ച് നോക്ക്. പലരുടെയും ഭീഷണി, കാശ് വാങ്ങിച്ചവരുടെ പ്രഷർ, അതെല്ലാം ഈ പാവങ്ങളുടെ മണ്ടയ്ക്കാണ് വന്നിരിക്കുന്നത്. കാശ് കൊണ്ടുപോയത് മുകളിലിരിക്കുന്ന ആളുകൾ. ദയവ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇങ്ങനെ തട്ടിപ്പും പരിപാടിയൊക്കെ ആയിട്ട് നിങ്ങളൊന്നും സാധിക്കത്തില്ല. നല്ല വഴിയിലൂടെ കാശ് സമ്പാദിച്ച് ജീവിക്കുക. ഒത്തിരി ഒന്നും കാശ് വേണ്ട, ജീവിക്കാനുള്ള കാശ് ഉണ്ടാക്കി മുന്നോട്ട് പോടി. എന്തെങ്കിലും പണിയൊക്കെ എടുത്ത് ജീവിക്കുക. അല്ലാതെ ഇമാതിരി തട്ടിപ്പ് പരിപാടിയായിട്ട് ഇറങ്ങാതെ. ഒരു ചേട്ടൻ കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് കാണാം. പോലീസിൻ്റെ ഇപ്പോൾ ഗുണഭോക്താക്കളെ കൊണ്ടൊന്നും ഇപ്പോൾ പലരും കൊണ്ട് കേസ് കൊടുക്കുമെന്നും കൊടുത്തെന്നും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർ FIR ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ജയിലിൽ പോകേണ്ട അവസ്ഥ വരും. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഭാര്യയും വളരെ ഗുരുതരമായ ഒരു രോഗിയാണ്. ആത്മഹത്യ അല്ലാതെ വേറെ ആർക്കും ഇല്ല. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. അതിൻ്റെ അടുത്ത് ഒരാൾ കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ പൈസ ഗുണഭോക്താക്കൾക്ക് തിരിച്ചു വാങ്ങിക്കുന്നതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്ത് ഈ പോലീസ് കേസിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുക. പാവം ചേട്ടൻ ഇപ്പോൾ 1.25 കോടിയുടെ ബാധ്യതയാണ് പുള്ളിക്ക് വന്നിട്ടുള്ളത്. പാവങ്ങളെല്ലാം പാവങ്ങളാണ്. ഇടനില നിന്നിട്ടുള്ളവരും പാവങ്ങളാണ്, കൊടുത്തവരും പാവങ്ങളാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഇവരുടെ കാര്യത്തിലും ഈ കാശ് നഷ്ടപ്പെട്ടവരെ പോലെ ഗവൺമെൻറ് ഇവരുടെ കാര്യത്തിലും എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കാണിക്കണം എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കുന്നതിന് മുമ്പ് ആലോചിക്കണം. ഒന്നല്ല, ഇന്നത്തെ കാലത്ത് 100 പ്രാവശ്യം ആലോചിക്കേണ്ടതുണ്ട്. പലരുമായിട്ട് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇതിനെപ്പറ്റി അറിയാവുന്നവരോടൊക്കെ സംസാരിച്ചിട്ട് ചിലവാക്കുക. എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയി കഴിഞ്ഞാൽ പോയതാണ്. പിന്നെ അത് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ജീവിക്കാമെന്നല്ലാതെ ഈ തട്ടിപ്പുകാരന്മാരൊക്കെ നൈസായിട്ട് അത് കൊണ്ടുപോകും. അത് തിരിച്ച് കിട്ടത്തുമില്ല. നമ്മൾ പ്രതീക്ഷയോടെ ജീവിതം മുന്നോട്ട് പോകും. ഇന്ന് കിട്ടും, നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നിടം വരെയാണ് നിങ്ങളുടെ കാശ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കാശല്ല, പിന്നെ കിട്ടാനും ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെന്താണ് പറയാനുള്ളത് ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.